ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ SHG സേവിംഗ് വിശദാംശങ്ങൾ, വിലാസം, മറ്റു വിശദാംശങ്ങൾ ടാബ് എന്നിവയെക്കുറിച്ച് പഠിക്കും. വിശദാംശങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് പോകാം. ഇവിടെ ആദ്യം നിങ്ങൾ മീറ്റിംഗ് ഫ്രീക്വൻസികൾ തിരഞ്ഞെടുക്കണം. SHG മീറ്റിംഗുകളുടെ ആവൃത്തി എത്രയായിരിക്കും? നമ്മുടേത് ആഴ്ചതോറുമുള്ളതാണെങ്കിൽ ആഴ്ചതോറുമുള്ളത് തിരഞ്ഞെടുക്കും. അതിനുശേഷം മീറ്റിംഗ് ദിവസം തിരഞ്ഞെടുക്കണം. നിർബന്ധിത സേവിംഗ് ഫ്രീക്വൻസി. നിങ്ങളുടെ സമ്പാദ്യം ആഴ്ചതോറും അല്ലെങ്കിൽ പ്രതിമാസവുമാണോ? നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കും. ആഴ്ചതോറും നിർബന്ധിത സമ്പാദ്യം അംഗം തിരഞ്ഞെടുക്കുന്നു. ഇവിടെ അംഗം ചെയ്യേണ്ട സമ്പാദ്യം തിരഞ്ഞെടുത്ത് അത് നൽകണം. നിർബന്ധിത സമ്പാദ്യ പലിശ രൂ. ഇവിടെ സേവിംഗ് പലിശ നിരക്കിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ സമ്പാദ്യത്തിനോ വായ്പ എടുക്കുന്നതിനോ പലിശ നൽകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 0 എന്ന് നിശ്ചയിക്കേണ്ടത്. കാരണം വായ്പ നൽകുന്നതിനോ സമ്പാദ്യം അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് പലിശ ഈടാക്കുന്നില്ല. അതിനുശേഷം സ്വമേധയാ സമ്പാദ്യം വരുന്നു. അതെ അല്ലെങ്കിൽ ഇല്ല. 2 ഓപ്ഷനുകളുണ്ട്. നിർബന്ധിത സമ്പാദ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ SHGയിൽ സ്വമേധയാ ഉള്ള സമ്പാദ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഞങ്ങൾ വിശദാംശങ്ങൾ സംരക്ഷിക്കും. നമ്മൾ അടുത്ത പേജിലെത്തിയിരിക്കുന്നു. അടുത്ത പേജ് വിലാസങ്ങളാണ്. നമ്മുടെ സ്വയം സഹായ സംഘത്തിന്റെ വിലാസം ഇവിടെ നൽകണം. ആദ്യം നമ്മൾ നമ്മുടെ പിൻ നമ്പർ നൽകണം. നമ്മുടെ പിൻ നമ്പർ എന്തായാലും നമ്മൾ അത് നൽകും. SHG വിലാസം എവിടെയാണ്? നിങ്ങളുടെ അടുത്തുള്ളത് എന്തും ടൈപ്പ് ചെയ്യാം. ഉദാഹരണത്തിന്, ശിവമന്ദിറിന് സമീപം. ശിവക്ഷേത്രത്തിനടുത്താണ് രാം സ്വയം സഹായ സംഘം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനത് ടൈപ്പ് ചെയ്തു. ഇവിടെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കണം. ഗ്രാമം തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പഞ്ചായത്തുകളുണ്ടെങ്കിൽ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. ഗ്രാമവും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. ശരിയായ ജിബിയും വില്ലേജും തിരഞ്ഞെടുത്തതിനുശേഷം മാത്രം സേവ് ചെയ്യുക. നമുക്ക് വിശദാംശങ്ങൾ സേവ് ചെയ്യാം. അടുത്ത ടാബ് കൂടുതൽ വിശദാംശങ്ങളാണ്. ഇവിടെ ഒന്നാമതായി ബുക്ക് കീപ്പറുടെ തിരിച്ചറിയൽ. നിങ്ങൾക്ക് 3 ഓപ്ഷനുകളുണ്ട്. അതെ, ആന്തരികം, ബാഹ്യം, ഇല്ല. അതെ, ആന്തരികം, ബാഹ്യം, ഇല്ല. അതെ, ആന്തരികം എന്നാൽ നിങ്ങളുടെ SHGയിലെ ഒരു അംഗം ബുക്ക് കീപ്പറാണെന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് അംഗത്തിന്റെ പേര് തിരഞ്ഞെടുക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പേര് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. കാരണം ഇതുവരെ ഞങ്ങൾ ഈ പുതിയ SHGയിൽ ഒരു അംഗത്തെയും ചേർത്തിട്ടില്ല. നന്ദി.